ടാലന്റ് ഓൺലൈൻ കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ 20, 21, 22 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. കേരള PSCയുടെ CPO എക്സാമിന് വേണ്ടി തടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ CPO റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു റാങ്ക് ഫയലിൽ 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കും CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്കും ഇൻക്ലൂഡഡ് ആണ്. ഇനി വരുന്ന CPO WCPO എക്സാമിന് വേണ്ടി തടുക്കുന്നവർ ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കുക. റാങ്ക് ഫയൽ സ്വന്തമാക്കുന്നതിന് താഴെ തന്നിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ആ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. ഞങ്ങൾ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന് വേണ്ടി തടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്കിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് 250 രൂപയാണ്. നിങ്ങൾക്ക് 230 രൂപയ്ക്ക് ഇപ്പോൾ സ്വന്തമാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓഫറോട് കൂടി തന്നെ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് സ്വന്തമാക്കാനായി താഴെ തന്നിരിക്കുന്ന ഫോം ഫില്ല് ചെയ്യുക. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ സൂ നിലവിൽ വരുന്നത് എവിടെയെന്നാണ്. ഓർത്തു വെക്കുക, തൃശ്ശൂരിലെ പുത്തൂരിലാണ് നിലവിൽ വരുന്നത്. എന്താണ് പ്രത്യേകത? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിസൈനർ സൂ ആണ് നിലവിൽ വരാൻ പോകുന്നത്. അപ്പോൾ പ്രകൃതിക്ക് അനുയോജ്യമായിട്ട്, പ്രകൃതിയോട് ഇണങ്ങി അത്രയും അധികം യോജിക്കുന്ന വിധത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പാർക്കാണ്, ഒരു സൂ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സൂ നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ഓർത്തു വെക്കുക, തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂരിലെ പുത്തൂരിലാണ് നിലവിൽ വരുന്നത്. ഈ മാസം തന്നെ ഇതിന്റെ ഉദ്ഘാടനം, അല്ലെങ്കിൽ ഇന്നാണ് നവീകരിച്ച ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു സൂവിന്റെ ഉദ്ഘാടനം, പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഈ ഒരു സൂവിന്റെ ഉദ്ഘാടനം ഈ മാസം തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഓർത്തു വെക്കുക, എവിടെയാണ്, ഏത് ജില്ലയിലാണ് നിലവിൽ വരുന്നത്? തൃശ്ശൂർ ജില്ലയിലാണ് നിലവിൽ വരുന്നത്. അടുത്തതൊരു പുരസ്കാരമാണ് നമ്മൾ നോക്കുന്നത്. 2025 ചെറുകാട് പുരസ്കാരത്തിന് അർഹനായത് ആരെന്ന് ഓർത്തു വെക്കുക, ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ആരാണ്? ഏഴാച്ചേരി രാമചന്ദ്രനാണ് ഈ ഒരു പുരസ്കാരത്തിന് 2025 അർഹനായിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ചെറുകാട് പുരസ്കാരമാണ്. അപ്പോൾ കവിയായിട്ടുള്ള, എഴുത്തുകാരനായിട്ടുള്ള ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തുന്ന ഒരു പുരസ്കാരമാണ്. 2025 ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരെന്നാണ്. ഓർത്തു വെക്കുക, ഗൗരി ആർ ലാൽജി ആണ്. ആരാണ്? ഗൗരി ആർ ലാൽജി ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രചോദനം നൽകുന്ന ഒരു വാർത്തയാണിത്. എന്താണ്? ഏറ്റവും പ്രായം കുറഞ്ഞ 23 വയസ്സേ ഉള്ളൂ. ആർക്കാണ്? ഗൗരി ആർ ലാൽജിക്ക്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ തന്നെ എന്താണ്, പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും പഠിക്കുന്ന ഈ ഒരു എക്സാം ഒക്കെ വഴി ഈ ഒരു പൊസിഷനിൽ എത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആരാണ്? ഗൗരി ആർ ലാൽജി. അപ്പോൾ എന്താണെന്ന് ഓർത്ത് വെക്കുക, എന്താണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്? നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടാണ് ഗൗരി ചുമതലയേറ്റിരിക്കുന്നത്. മലപ്പുറത്തെ അരീക്കോട് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടാണ് ഗൗരി ആർ ലാൽജി എന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് പോയിന്റ് എന്ന് നമ്മൾ പറഞ്ഞു. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റിരിക്കുന്നത് ഗൗരി ആർ ലാൽജിയാണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. VS അച്യുതാനന്ദൻ, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു സ്മാരകം നിലവിൽ വരികയാണ്. എവിടെയാണ് നിലവിൽ വരുന്നതെന്ന് ഓർത്ത് വെക്കുക, പാളയത്താണ്. എവിടെയാണ്? പാളയത്താണ്. തിരുവനന്തപുരത്തെ പാളയത്താണ് നിലവിൽ വരാൻ പോകുന്നത്. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? VS അച്യുതാനന്ദൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ സ്മാരകമാണ് നിലവിൽ വരുന്നത്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചത് അടുത്തിടെയായിരുന്നു, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു സ്മാരകം നിലവിൽ വരികയാണ്. എവിടെയാണ് വരുന്നത്? തിരുവനന്തപുരം ജില്ലയിലെ പാളയത്താണ് ഈ ഒരു സ്മാരകം നിലവിൽ വരുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് സുപ്രീം കോടതി അടുത്തിടെ നിയമിച്ച ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുല്യ അവസര നയം തയ്യാറാക്കുന്നതിനായിട്ട് രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയാണ്? പ്രത്യേകം നോട്ട് ചെയ്യുക. ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അടുത്തിടെ സുപ്രീം കോടതി. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു? ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വ്യക്തികൾക്ക് എന്താണ്? തുല്യ അവസരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയരൂപീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം എന്താണ് തുല്യ അവസരം ലഭിക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അവർക്ക് എന്തായാലും ഈ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുല്യ അവസരം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഒരു നയരൂപീകരണം ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു നയം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഈ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് നമ്മുടെ കേന്ദ്രത്തിൽ നിന്നും അതേപോലെ കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും വേണ്ടത്ര തുല്യത ലഭിക്കുന്നില്ല എന്നൊരു കാഴ്ചപ്പാട് വന്നതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കമ്മിറ്റി, നയം രൂപീകരിക്കാനായിട്ടൊരു കമ്മിറ്റി നിയമിക്കുന്നത്.
നിയമിക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷ ആരാണെന്ന് നമ്മൾ ഓർത്ത് വെക്കണം. ആശാ മേനോനാണ്. ആരാണ്? ആശാ മേനോനാണ് ഈ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷ. അപ്പോൾ ഓർത്ത് വെക്കുക, ആരാണ്? ജസ്റ്റിസ് ആശാ മേനോനാണ് ഈ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷ. അത് പ്രത്യേകം തന്നെ നോട്ട് ചെയ്ത് പഠിക്കുക. PSC ചോദിക്കാറുള്ളതാണ്. ഇങ്ങനെ ഒരു കമ്മിറ്റികളൊക്കെ രൂപീകരിക്കുമ്പോൾ അതിൻ്റെ അധ്യക്ഷ ആരാണ് അല്ലെങ്കിൽ അധ്യക്ഷൻ ആരാണെന്നുള്ളത് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ജസ്റ്റിസ് ആശാ മേനോനാണ് ഈ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ആശാ മേനോൻ എന്താണ്? മുൻ ഡൽഹി ഹൈക്കോടതി ജഡ്ജി ആയിരുന്നു. ഡൽഹി ഹൈക്കോടതി ജഡ്ജി കൂടിയാണ് ആശാ മേനോൻ. ഇനി ഒരു കമ്മിറ്റി രൂപീകരിച്ചത് എന്നാണെന്ന് പ്രത്യേകം നമുക്കൊന്ന് ഓർത്ത് വെക്കാം. 2025 ഒക്ടോബർ 17-നാണ്. 2025 ഒക്ടോബർ 17-നാണ് ഇതിനായിട്ട് ഇത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിച്ചത്. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷയായിട്ട് അപ്പോയിൻമെന്റ് ആയിരിക്കുന്നത് ആശാ മേനോനാണ്. കേരള PSCയുടെ ഉടൻ വരുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതി. ഞങ്ങൾ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ഉടൻ തന്നെ വരുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി ഏറ്റവും ഉയർന്ന മാർക്ക് നേടുവാൻ നിങ്ങളെ കരസ്ഥമാക്കാൻ കഴിയുന്ന വിധത്തിലാണ് ടാലന്റ് അക്കാദമിയുടെ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും സമയം കളയാതെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ടാലന്റ് അക്കാദമിയുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യൂ. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. മലയാളി കായിക താരം മുഹമ്മദ് അനസിന്റെ പേര് സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയെന്നാണ്. ഓർത്തു വെക്കുക, ഒഡീഷ സംസ്ഥാനത്താണ്. ആരുടെ പേരിലാണ്? മലയാളി കായിക താരമായിട്ടുള്ള ഒളിമ്പ്യനായിട്ടുള്ള മുഹമ്മദ് അനസിന്റെ പേരിലാണ്. മുഹമ്മദ് അനസിന്റെ പേരിൽ ഒരു സ്റ്റേഡിയം നിലവിൽ വരികയാണ്. ഏത് സംസ്ഥാനത്താണെന്ന് ഓർത്തു വെക്കുക? ഒഡീഷയിലാണ്. ഇത് നിർമ്മിക്കുന്നത് ഇന്ത്യൻ നേവിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. മാത്രമല്ല ഇതിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇന്ത്യൻ നേവി ആദ്യമായിട്ടാണ് ഒരു അത്ലറ്റിന്റെ പേരിൽ ഒരു സ്റ്റേഡിയം നിർമ്മിച്ച് നൽകുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ഇന്ത്യൻ നേവിയാണ് ഇത്തരത്തിലൊരു സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. ആരുടെ പേരിലാണെന്ന് ഓർത്തു വെക്കുക? മലയാളി കായിക താരമായിട്ടുള്ള മുഹമ്മദ് അനസിന്റെ പേരിലാണ്. അപ്പോൾ 2015-ലാണ് അദ്ദേഹം ഇന്ത്യൻ നേവിയുടെ ഭാഗമാവുന്നത്, ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാവുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു 10 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുന്ന അവസരത്തിലാണ് ഇന്ത്യൻ നേവി ഈ ഒരു സ്റ്റേഡിയത്തിന് അദ്ദേഹത്തിന്റെ പേര് നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. അടുത്തത് ഒരു ഹൈക്കോടതി പ്രഖ്യാപനമാണ് നമ്മൾ നോക്കുന്നത്. വിവാഹമോചന സമയത്ത് സാമ്പത്തിക ഭദ്രതയുള്ള പങ്കാളിക്ക് ജീവനാംശം അനുവദിക്കാനാകില്ല എന്ന് പ്രഖ്യാപിച്ച കോടതി ഏതെന്നാണ്. ഓർത്തുവെക്കുക, ഡൽഹി ഹൈക്കോടതിയാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, വിവാഹമോചന സമയത്ത് പങ്കാളിക്ക് ഈ ഒരു ജീവനാംശം നൽകണമെന്നുള്ളത് നമ്മൾ പലയിടങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോഴെന്താണ് ഇങ്ങനെ ഡൽഹി ഹൈക്കോടതി ഒരു പ്രഖ്യാപനം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഈ ഒരു പങ്കാളിക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടെങ്കിൽ ആ പങ്കാളിക്ക് ജീവനാംശം നൽകേണ്ട ആവശ്യമില്ല എന്നാണ്, അത് അനുവദിക്കാനാവില്ല എന്നാണ് ഡൽഹി ഹൈക്കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഡൽഹി ഹൈക്കോടതിയാണ്. കുറേയധികം പുതിയ പേരുകൾ ഇതിനകം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു പോയിന്റ് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ നേരത്തെ ഇങ്ങനെ ഒരു മാറ്റം വരുമെന്നുള്ള കാര്യം നേരത്തെ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് നമുക്ക് റിമൈൻഡ് ചെയ്ത് വെക്കാം. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷന് നൽകിയിട്ടുള്ള പുതിയ പേര് ഏതെന്നാണ്. ഓർത്തു വെക്കുക, ഛത്രപതി സംഭാജി നഗർ സ്റ്റേഷൻ എന്നാണ്. ഛത്രപതി സംഭാജി നഗർ സ്റ്റേഷൻ എന്നാണ് പുതിയ പേര് നൽകിയിരിക്കുന്നത്. ഏത് റെയിൽവേ സ്റ്റേഷനാണ്? ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷനാണ് ഇത്തരത്തിൽ പുതിയ പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര സംസ്ഥാന സർക്കാർ ഇതിന്റെ ഒരു പ്രഖ്യാപനം ഗസറ്റിലൂടെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഔദ്യോഗികമായിട്ട് ഈ ഒരു പേര് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒന്നുകൂടി ഒന്ന് ഓർത്തു വെക്കുക, ഏത് സ്റ്റേഷന്റെയാണ്? ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷന്റെയാണ്. നൽകിയിരിക്കുന്ന പുതിയ പേര് എന്താണ്? ഛത്രപതി സംഭാജി നഗർ സ്റ്റേഷൻ എന്നാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ആഭരണങ്ങൾ കവർച്ച ചെയ്യപ്പെട്ട മ്യൂസിയം ഏതെന്നാണ്. ഓർത്തു വെക്കുക, ലുവ്രെ മ്യൂസിയം ആണ്. ലുവ്രെ മ്യൂസിയം ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന ഫ്രാൻസിലെ ലുവ്രെ മ്യൂസിയത്തിൽ നിന്നുമാണ്. ആരുടെയാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ആഭരണങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ആഭരണങ്ങൾ അവിടെ ഈ ഒരു മ്യൂസിയത്തിലാണ്, ലുവ്രെ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരുന്നത്. ഇവിടെ നിന്നുമാണ്, ഈ ഒരു ആഭരണ ശേഖരത്തിൽ നിന്നുമാണ് കുറച്ച് ആഭരണങ്ങൾ ഇപ്പോൾ മോഷണം പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലാണ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഫ്രാൻസിലാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ആരാണ്? ഫ്രാൻസിന്റെ ചക്രവർത്തിയായിരുന്നു, ആ ഒരു റൂളർ ആയിരുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ആഭരണങ്ങൾ കുറച്ച് സൂക്ഷിച്ചിരുന്നത് എവിടെയാണ്? ഈ ഒരു ലുവ്രെ മ്യൂസിയത്തിലായിരുന്നു. അവിടെ നിന്നുമാണ് ഈ ഒരു ആഭരണങ്ങളെ കുറച്ചെണ്ണം കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഒരു വേദിയാണ് നമ്മൾ നോക്കുന്നത്. ഒരു സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ വേദിയാണ്. പെർത്താണ് വേദിയായി വരുന്നത്. ഓസ്ട്രാ ഹിന്ദ് 2025 വേദി എവിടെയാണ്? പെർത്ത്
ആണെന്ന് ഓർത്ത് വെക്കുക. ഓസ്ട്രേലിയയിലെ എവിടെയാണെന്ന് ഓർത്ത് വെക്കുക? ഓസ്ട്രേലിയയിലെ പെർത്തിലാണ് നടക്കുന്നത്. 2025 ഓസ്ട്ര ഹിന്ദ് സംയുക്ത സൈനിക അഭ്യാസം നടക്കുന്നത് എവിടെയാണ്? പെർത്തിൽ വെച്ചാണ്. ഇനി ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഈ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഓസ്ട്രേലിയ, ഹിന്ദ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇന്ത്യ. അപ്പോൾ ഇന്ത്യയും അതേപോലെ ഓസ്ട്രേലിയയും ചേർന്നിട്ടുള്ള ഒരു സംയുക്ത സൈനിക അഭ്യാസമാണ് ഓസ്ട്ര ഹിന്ദ് എന്നുള്ളത്. 2025 ഇത് നടക്കുന്നത് എവിടെ വെച്ചാണ്? ഓസ്ട്രേലിയയിലെ പെർത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഇനി കുറച്ച് തുമ്പികളെ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അടുത്തിടെ സൈലന്റ് വാലിയിൽ നിന്നും കണ്ടെത്തിയ തുമ്പികളാണ്. അപ്പോൾ അടുത്തിടെ സൈലന്റ് വാലിയിൽ നടത്തിയ ഒരു സർവേയിൽ നിന്നും കണ്ടെത്തിയ പുതിയ തുമ്പികളാണ്. അവയുടെ പേര് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പുള്ളിവാലൻ ചോലക്കടുവ, അതേപോലെ അടുത്തത് ചൂടൻ പെരുങ്കണ്ണൻ, നിഴൽ കോമരം, നീലക്കഴുത്തൻ, എന്താണ്? നീലക്കഴുത്തൻ നിഴൽ തുമ്പി, വയനാടൻ അരുവിയൻ, അതേപോലെ മഞ്ഞക്കറുപ്പൻ മുളവാലൻ എന്നിവയാണ്. എന്നിങ്ങനെ 6 ഓർത്തു വെക്കുക, 6 തുമ്പികളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. എവിടെ നിന്നാണ്? സൈലന്റ് വാലിയിൽ നിന്നാണ്. ഇതോടെ സൈലന്റ് വാലിയിൽ നിന്നും കണ്ടെത്തിയ തുമ്പികളുടെ എണ്ണം 109 ആയിരിക്കുകയാണ്. എത്രയാണ്? 109 തുമ്പികളാണ് ഇതോടുകൂടി എന്താണ്? സൈലന്റ് വാലിയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ പുതിയതായിട്ട് 6 തുമ്പികളെ കൂടിയാണ് കണ്ടെത്തിയത്. അവയുടെ പേര് നമ്മൾ പറഞ്ഞു. പുള്ളിവാലൻ ചോലക്കടുവ, അതേപോലെ ചൂടൻ പെരുങ്കണ്ണൻ, നിഴൽ കോമരം, നീലക്കഴുത്തൻ നീഴൽ തുമ്പി, അതേപോലെ വയനാടൻ അരുവിയൻ, മഞ്ഞക്കറുപ്പൻ മുളവാലൻ തുടങ്ങിയ 6 തുമ്പികളെയാണ് കണ്ടെത്തിയത് സൈലന്റ് വാലിയിൽ നിന്നാണ്. ഇതോടെ സൈലന്റ് വാലിയിൽ നിന്ന് കണ്ടെത്തിയ തുമ്പികളുടെ എണ്ണം 109 ആയിരിക്കുകയാണ്. കേരള PSCയുടെ LGS എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ തുടങ്ങി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ തുടങ്ങാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ആരംഭിക്കുക. ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് ഏറ്റവും ഉയർന്ന മാർക്ക് നേടുവാനായിട്ട് ടാലന്റ് അക്കാദമി നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഇതിനായി ടാലന്റ് അക്കാദമിയുടെ കോഴ്സുകളിൽ ഉടൻ തന്നെ LGS കോഴ്സുകളിൽ ഉടൻ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഫോം ഫില്ല് ചെയ്യുക. ഞങ്ങൾ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഫിഫ അണ്ടർ 20 പുരുഷ ലോകകപ്പ് 2025 ജേതാക്കളായത് ആരെന്നാണ്? ഓർത്തു വെക്കുക, മൊറോക്കയാണ് ഈ ഒരു മത്സരത്തിൽ എന്താണ്? ജേതാക്കളായിരിക്കുന്നത്. ഏത് മത്സരമാണ്? ഫിഫ അണ്ടർ 20 പുരുഷ ലോകകപ്പാണ്. അപ്പോൾ 2025 നടന്ന ഈ ഒരു മത്സരത്തിൽ ജേതാക്കളായിരിക്കുന്നത് ഏത് ടീമാണ്? മൊറോക്കയാണ്. ഇനി റണ്ണറപ്പ് ആയിരിക്കുന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക, അർജന്റീനയാണ് എന്താണ്? റണ്ണറപ്പ് ആയിരിക്കുന്നത്. അതേപോലെ ഈ ഒരു മത്സരത്തിന്റെ വേദി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കേണ്ടതാണ്. ചിലിയിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടന്നത്. എവിടെയാണ്? ചിലിയിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടന്നത്. അപ്പോൾ ഫിഫ അണ്ടർ 20 പുരുഷ ലോകകപ്പ് 2025 വിന്നറായത് മൊറോക്കയാണ്, റണ്ണറപ്പ് ആയത് അർജന്റീനയാണ്. വേദി എവിടെയായിരുന്നു? ചിലിയാണ്. ഇനി ഒരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത്. 2025 ഒക്ടോബറിൽ അന്തരിച്ച ബോളിവുഡ് നടൻ ആരെന്നാണ്? ഓർത്തു വെക്കുക, ഗോവർദ്ധൻ അസ്രാനിയാണ്. ആരാണ്? ഗോവർദ്ധൻ അസ്രാനിയാണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹം എന്താണ്? ഒരു ബോളിവുഡ് നടനാണ്. അതേപോലെ തന്നെ അദ്ദേഹം ഒരു സംവിധായകനുമാണ്. അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക, ഗോവർദ്ധൻ അസ്രാനി എന്നാണ്. ഷോലെ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന ചിത്രമാണ്. നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ ഹിന്ദിയിൽ നമുക്ക് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു അല്ലേ, ഷോലെ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചിത്രത്തിൽ അദ്ദേഹം എന്താണ്? അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തു വെക്കുക, 2025 ഒക്ടോബറിലാണ് അദ്ദേഹം അന്തരിച്ചത്. വീണ്ടും ഒരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത്. 2025 ഒക്ടോബറിൽ അന്തരിച്ച മുൻ ജപ്പാൻ പ്രധാനമന്ത്രി ആരെന്നാണ്? ഓർത്തു വെക്കുക, ടോമിച്ചി. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ടോമിച്ചി മുറായാമ. എന്താണ്? ടോമിച്ചി മുറായാമ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. മുൻ ജപ്പാന്റെ പ്രധാനമന്ത്രിയായിരുന്നു. ആരാണ്? ടോമിച്ചി എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. മാത്രമല്ല 2ാം ലോക മഹായുദ്ധത്തിന്റെ ചരിത്രപരമായ ക്ഷമാപണത്തിൽ എന്താണ്? വളരെയധികം പ്രശസ്തി ആർജിച്ച ഒരു വ്യക്തി കൂടിയാണ് ജപ്പാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ടോമിച്ചി. അപ്പോൾ അദ്ദേഹം അന്തരിച്ചത് എന്നാണെന്ന് ഓർത്തു വെക്കുക, 2025 ഒക്ടോബറിലാണ് അന്തരിച്ചത്. ഉടൻ തന്നെ വരുന്ന 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ LDC റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു റാങ്ക് ഫയലിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് 1650 രൂപയാണ്. നിങ്ങൾക്ക് 1500 രൂപയ്ക്ക് ഇപ്പോൾ ഈ ഒരു റാങ്ക് ഫയൽ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റാങ്ക് ഫയൽ ഈ ഒരു ഓഫർ പ്രൈസിൽ സ്വന്തമാക്കാനായിട്ട് ഉടൻ തന്നെ താഴെ തന്നിരിക്കുന്ന ആ ഒരു ഫോം ഫില്ല് ചെയ്യുക. ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ബുക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മാത്രം മതി. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. അപ്പോൾ മുൻവർഷ ചോദ്യ പേപ്പറുകളും അതേപോലെ SCERT പാഠഭാഗങ്ങൾ, ന്യൂ SCERT NCERT പാഠഭാഗങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി വരുന്ന 10th ലെവൽ എക്സാമിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ സൂ നിലവിൽ
നിലവിൽ വരുന്നത് എവിടെയെന്നാണ്? പുത്തൂരിലാണ് ഈ ഒരു സൂ നിലവിൽ വരുന്നത്. പുത്തൂർ എവിടെയാണ്? തൃശ്ശൂരാണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ പ്രകൃതിയോടെ ഏറ്റവും ഇണങ്ങുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സൂ ആണിത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു പുരസ്കാരമാണ്. 2025 ചെറുകാട് പുരസ്കാരത്തിന് അർഹനായത് ആരെന്ന് നോക്കി? ഏഴാച്ചേരി രാമചന്ദ്രനാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത്. 2025 ചെറുകാട് പുരസ്കാരമാണ്, ചെറുകാട് സ്മാരക ട്രസ്റ്റ് നൽകുന്ന ഒരു ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരമാണിത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ്, സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരെന്നാണ്? ഗൗരി ആർ ലാൽജിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതയായിട്ടുള്ളത്. എന്താണ് പ്രത്യേകത? സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടാണ് ഗൗരി നിയമിതയായത്. ശേഷം നമ്മൾ നോക്കിയത് VS അച്യുതാനന്ദന് വേണ്ടിയിട്ടുള്ള ആദ്യ സ്മാരകം നിലവിൽ വരുന്നത് എവിടെയെന്നാണ്? തിരുവനന്തപുരത്തെ പാളയത്താണ് നിലവിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു കമ്മിറ്റിയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുല്യ അവസര നയം തയ്യാറാക്കുന്നതിനായി രൂപീകരിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷ ആരെന്നാണ്? വെക്കുക, ജസ്റ്റിസ് ആശാ മേനോനാണ്. അപ്പോൾ ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടാണ്. അവരുടെ വ്യക്തിഗത ആവശ്യങ്ങൾ, തുല്യ അവസരങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷ ആരാണെന്ന് ഓർത്ത് വെക്കുക, ആശാ മേനോനാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് മലയാളി കായിക താരമായിട്ടുള്ള മുഹമ്മദ് അനസിന്റെ പേരിൽ ഒരു സ്റ്റേഡിയം നിലവിൽ വരികയാണ്. എവിടെയാണ് നിലവിൽ വരുന്നത്? ഒഡീഷയിലാണ് നിലവിൽ വരുന്നത്. ഈ ഒരു സ്റ്റേഡിയം നിർമ്മിക്കുന്നത് ആരാണ്? ഇന്ത്യൻ നേവിയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ആരുടെ പേരിലാണ്? ഇന്ത്യൻ കായിക താരമായിട്ടുള്ള മുഹമ്മദ് അനസിന്റെ പേരിലാണ് ഈ ഒരു സ്റ്റേഡിയം അറിയപ്പെടാൻ പോകുന്നത്. ശേഷം നമ്മൾ നോക്കിയത് ഒരു ഹൈക്കോടതി പ്രഖ്യാപനമായിരുന്നു. എന്താണ് പ്രഖ്യാപനം? വിവാഹമോചന സമയത്ത് സാമ്പത്തിക ഭദ്രതയുള്ള പങ്കാളിക്ക് ജീവനാംശം അനുവദിക്കാനാകില്ല എന്ന് പ്രഖ്യാപിച്ച കോടതി ഏതാണ്? ഡൽഹി ഹൈക്കോടതിയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ പേരാണ് നമ്മൾ നോക്കിയത്. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷൻ നൽകിയ പുതിയ പേരാണ്. എന്താണ് പുതിയ പേരെന്ന് ഓർത്ത് വെക്കുക? ഛത്രപതി സംഭാജി നഗർ സ്റ്റേഷൻ എന്നാണ് ഈ ഒരു പുതിയ പേര് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗസറ്റ് എന്താണ്? നമ്മുടെ മഹാരാഷ്ട്ര സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു മ്യൂസിയവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. അടുത്തിടെ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ആഭരണങ്ങൾ കവർച്ച ചെയ്യപ്പെട്ട മ്യൂസിയം ഏതെന്നാണ്? ഓർത്തു വെക്കുക, ലുവ്രെ മ്യൂസിയത്തിൽ നിന്നാണ് ഈ ഒരു മോഷണം നടന്നിരിക്കുന്നത്. ഫ്രാൻസിലാണ് ഈ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെയും അതേപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഈ ഒരു മ്യൂസിയത്തിലാണ്. അവയിൽ നിന്നും ചില ആഭരണങ്ങളാണ് മോഷണം പോയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു വേദി നമ്മൾ നോക്കി. ഓസ്ട്രാ ഹിന്ദ് 2025 വേദി എവിടെയെന്ന് നോക്കി? ഓസ്ട്രേലിയയിലെ പെർത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു സൈനിക അഭ്യാസം നടക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഓസ്ട്രാ ഹിന്ദ്. 2025 വേദി പെർത്താണ്. ശേഷം നമ്മൾ നോക്കിയത് ഫിഫ അണ്ടർ-20 പുരുഷ ലോകകപ്പ് 2025 ജേതാക്കൾ ആരെന്നാണ്? മൊറോക്കോയാണ് ജേതാക്കളായത്. റണ്ണറപ്പ് ആയത് അർജന്റീനയാണ്. മത്സരം നടന്നത് ചിലിയിൽ വെച്ചാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് കുറച്ച് തുമ്പികളെയായിരുന്നു. അപ്പോൾ എന്താണ് പ്രത്യേകത? അടുത്തിടെ സൈലന്റ് വാലിയിൽ നിന്നും കണ്ടെത്തിയ തുമ്പി ഇനങ്ങളാണ്. അവയുടെ പേരോർത്ത് വെക്കുക. പുള്ളിവാലൻ ചോലക്കടുവ, ചൂടൻ പെരുങ്കണ്ണൻ നിഴൽ കോമരം, നീലക്കഴുത്തൻ നിഴൽ തുമ്പി, വയനാടൻ അരുവിയൻ, മഞ്ഞക്കറുപ്പൻ മുളവാലൻ തുടങ്ങിയവയാണ്. എന്താണ് പ്രത്യേകത? സൈലന്റ് വാലിയിൽ നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. 6 തുമ്പികളെയാണ് അടുത്തിടെ കണ്ടെത്തിയത്. ഇതോടെ സൈലന്റ് വാലിയിൽ നിന്നും കണ്ടെത്തിയ തുമ്പികളുടെ എണ്ണം 109 ആയിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു. 2025 ഒക്ടോബറിൽ അന്തരിച്ച ബോളിവുഡ് നടൻ ആരെന്നാണ്? ഗോവർദ്ധൻ അസ്രാണിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത ഓർത്ത് വെക്കുക, അദ്ദേഹം ബോളിവുഡ് നടനായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വിയോഗം നോക്കി. 2025 ഒക്ടോബറിൽ അന്തരിച്ച മുൻ ജപ്പാൻ പ്രധാനമന്ത്രി ആരെന്നാണ്? ടൊമിച്ചി മുറായാമയാണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്നിട്ടുള്ള ചരിത്രപരമായ ക്ഷമാപണത്തിന് അതിലൂടെ അദ്ദേഹം പ്രശസ്തി ആർജിച്ച ഒരു വ്യക്തിയാണ് ഈ ഒരു ജപ്പാൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള ടൊമിച്ചി. അപ്പോൾ അദ്ദേഹം അന്തരിച്ചത് 2025 ഒക്ടോബറിലാണ്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: IUCN സ്പീഷ്യസ് സർവൈവൽ കമ്മീഷൻ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ്? ഓപ്ഷൻ എ വിനയ് കുമാർ, ഓപ്ഷൻ ബി വിവേക് മേനോൻ, ഓപ്ഷൻ സി യാഷ്വീർ, ഓപ്ഷൻ ഡി രഞ്ജിത്ത് സിംഗ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: അടുത്തിടെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച 5 ബീച്ചുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ്? ഓപ്ഷൻ എ ഗുജറാത്ത്, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: 2025 സ്കൂൾ ഒളിമ്പിക്സ് ഗുഡ്വിൽ അംബാസഡർ ആരെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. കീർത്തി സുരേഷ് ആണ് 2025 സ്കൂൾ ഒളിമ്പിക്സിന്റെ ഗുഡ്വിൽ അംബാസഡർ. അങ്ങനെയാണെങ്കിൽ ബ്രാൻഡ് അംബാസഡർ ആരാണ്? നമുക്കറിയാം, സഞ്ജു സാംസൺ ആണ്. ഈ ഒരു മത്സരം സ്കൂൾ ഒളിമ്പിക്സ് 2025 നടക്കുന്നത് എവിടെ വെച്ചാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഭാഗ്യ ചിഹ്നം തങ്കു എന്നുള്ള മുയലാണ്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: സമുദ്രശക്തി 2025 വേദി എവിടെയെന്നാണ്? വേദി എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. വിശാഖപട്ടണം വെച്ചാണ് സമുദ്രശക്തി 2025 നടക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.